ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു SP ഫ്യൂച്ചർ. യു ആർ ലിസണിങ് ടു സാദിഖ് പള്ളിക്കൽ. മക്കളെ, സാറ് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ അടുത്ത പാർട്ട് വീഡിയോയുമായിട്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി റീഗ്രഷൻ അനാലിസിസിലെ 3-4 വീഡിയോസുകൾ 3 പാർട്ടുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ പാർട്ടുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെയിൻലി നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പ്രോപ്പർട്ടീസുകൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെന്ത് ചെയ്യുക, ആ വീഡിയോ പോയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് സന്ദർശിച്ചിട്ട് ആ വീഡിയോസും കാര്യങ്ങളും കാണുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അതിലുള്ളൊരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു പാർട്ടിലെ ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോ നിങ്ങൾ. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എന്താണ്? ഇഫ് ദ ലൈൻ ഓഫ് റിഗ്രഷൻ y on x is y is equal to 2x plus 1 and x on y is 6x is equal to y minus 3, then the correlation coefficient കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇവിടെ എന്താ തന്നിട്ടുള്ളത് നോക്കിയേ. ഇഫ് ദ ലൈൻ ഓഫ് റിഗ്രഷൻ ഇക്വേഷൻ y on x is y is equal to 2x plus 1 അല്ലേ? റിഗ്രഷൻ ഇക്വേഷൻ വൈയിൽ y on x-ൻ്റെ നമുക്ക് എന്താണ് 2x plus 1 എന്നും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് x on y നമുക്ക് എന്തെന്ന് തന്നിട്ടുണ്ട്, 6x is equal to y minus 3 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് നമ്മളോട് എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് റിഗ്രഷൻ നമ്മൾ എങ്ങനെ കാണുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് അല്ലേ? അതാണ് ഈ കാണുന്നത്. നമുക്കറിയാം, നമ്മൾ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് റിഗ്രഷനിൽ കാണുന്നത് എങ്ങനെയാണ്? r is equal to പ്ലസ് ഓർ മൈനസ് റൂട്ട് bxy ഇൻറ്റു byx ചെയ്തിട്ടാണ് അല്ലേ? bxy ഇൻറ്റു byx ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടാം, കോറിലേഷൻ കിട്ടാം. സോ അതിന് നമുക്കിവിടെ എന്ത് കാണാൻ പറ്റണം? bxyയും byxും കാണാൻ പറ്റണം. ഏതെന്ന്? ഈ ഒരു ഇക്വേഷനിൽ നിന്ന്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഫസ്റ്റത്തെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ താഴത്ത് പറയുന്നത് കേട്ടോ. നോക്കൂ, വി നോ ദാറ്റ് ഇൻ റിഗ്രഷൻ ഇക്വേഷൻ y on x കോഎഫിഷ്യൻ്റ് ഈസ് byx. എന്താണ്? എക്സിൻ്റെ കൂടെ ഉള്ളത് എന്താണോ അതാണ് എന്ത്, നമ്മുടെ byx അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷനിൽ നോക്കിയാൽ നിങ്ങൾ എന്താണ്, y is equal to 2x plus 1 ആണ് അല്ലേ? അപ്പോൾ y is equal to x plus 1 എന്ന് പറയുമ്പം എക്സിൻ്റെ കൂടെ ഉള്ള എന്താണ് 2 ആണ്. സോ നമ്മുടെ എന്താണ് y on x എന്താണ് വരുന്നത്, byx എന്താണ് വരുന്നത്, 2 ആണ് അല്ലേ? അതാണ് ഇവിടെ കാണുന്നത്, byx എന്താണ് 2 ആണ്. ദെൻ ഇക്വേഷൻ x on y, ഇക്വേഷൻ ഏതെടുക്കാം നമ്മൾ? x on y ആകുമ്പോൾ bxy കാണാനും y കോഎഫിഷ്യൻ്റ് ഈസ് bxy അല്ലേ? വൈൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതാണെന്ത്, നമ്മുടെ bxy. സോ നമ്മുടെ ഇക്വേഷൻ എന്താണ്? 6x is equal to y minus 3 ആണ്. നമുക്ക് എന്താക്കണം അതിനെ? x is equal to ആക്കണം. x is equal to ആക്കുമ്പോൾ എന്താണ്, x is equal to 1/6y എന്ന് വരും അല്ലേ? വൈനെ നമ്മൾ ആറോട് ഡിവൈഡ് ചെയ്യുമ്പം നമ്മളെന്ത് വരും, 1y ആണല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, 1/6 മൈനസ് 3/6 എന്ന് എഴുതി കൂടെ 1/6y മൈനസ് 3/6. അപ്പോൾ വൈൻ്റെ കോമ്പണൻറ്റ് എന്താണ് ഇവിടെ, കോഎഫിഷ്യൻ്റ് എന്താണ്, 1/6 ആണ്. സോ നമ്മുടെ bxy എന്താണ്, 1/6 എന്ന് കിട്ടി അല്ലേ? ഇനി കോറിലേഷൻ കാണാനല്ല നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, അതാണ് ഇവിടെ നോക്കുന്നത്. നമ്മളെന്താണ് ഇസ് ഈക്വൽ ടു r is equal to എന്താണ്, പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 ഇൻറ്റു 2 ഇവിടെ എന്താണ് byx ആണ്, 1/6 എന്താണ് bxy ആണ്. അപ്പോൾ 2 ഇൻറ്റു 1/6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2/6 റൂട്ട് കിട്ടും അല്ലേ? 2/6 റൂട്ട് എത്രയാണ്, റൂട്ട് 1/3 ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് 1 എന്നും റൂട്ട് 3 എന്നും ചുരുക്കി എഴുതാം. 1ൻ്റെ റൂട്ട് 1 തന്നെ, അപ്പോൾ 1/√3 എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് അതിനെ ചുരുക്കി എഴുതാൻ പറ്റും. ഇങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് അതിൻ്റെ കറക്റ്റ് വാല്യൂ കണ്ടത് എഴുതിയാലും മതി. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഡിഫറൻ്റ് ആയിട്ട് റൂട്ട് ഉള്ള രീതിയിൽ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റൂട്ട് 2/6 എത്ര നോക്കിയിട്ട് ആൻസർ ചെയ്താം. അല്ലെങ്കിൽ റൂട്ട് 2/6 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചെയ്യും, വൈൻഡ് അപ്പ് ചെയ്യാനും പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് എന്ത്, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാം. നമുക്ക് bxyയും byxും കണ്ടുപിടിച്ചിട്ട് എന്ത് കോറിലേഷൻ കാണുന്നൊരു സിറ്റുവേഷനാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് 4x മൈനസ് 5y മൈനസ് 10 is equal to 0. എന്താണ് പറഞ്ഞത്? 4x മൈനസ് 5y മൈനസ് 10 is equal to 0 ഈസ് ദ റിഗ്രഷൻ ഇക്വേഷൻ ഓൺ y on x. അപ്പോൾ ഈ ഇക്വേഷൻ എന്താണ്, ഇത് y on x ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് byx. byxൻ്റെ വാല്യൂ കാണാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ്,
ബി വൈ എക്സിൻ്റെ വാല്യൂ കാണാൻ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഇത് നമ്മൾ എന്താക്കിയാൽ മതി, വൈ ഓൺ എക്സ് അല്ല, അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എന്നുള്ള രീതിയിലേക്ക് എഴുതിയാൽ മതി. ഇക്വേഷൻ ആ രീതിയിലേക്ക് നമുക്ക് മാറ്റിയാൽ മതി അല്ലേ. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ ആണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബി വൈ എക്സ് കിട്ടും. സോ നമ്മൾ എഴുതുന്നു ചെയ്യുന്നു, നോക്കൂ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്, ഇക്വേഷൻ എഴുതുന്നു 4x - 5y - 10 = 0 അല്ലേ. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, -5y ഇവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകണം. 4x അല്ലേ, ഇവിടെയുള്ള 4x ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, -4x ആവുന്നു അല്ലേ. എന്താവുന്നു, +4x ഇവിടെ വരുമ്പോൾ എന്താവുന്നു, -4x ആവുന്നു. ദെൻ -4x + 10 ആവുന്നില്ല, -10 ഇവിടെ വരുമ്പോൾ എന്തായിരുന്നു, +10 ആവുന്നു. ദെൻ -5y നമ്മൾ y മാത്രമാക്കുമ്പോൾ എന്തായിരുന്നു, -5 ഇവിടേക്ക് വരുമ്പോൾ എന്താവുന്നു, -5 ആയിട്ട് തന്നെ വരുന്നു. മൾട്ടിപ്ലിക്കേഷൻ ഇവിടേക്ക് വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. അപ്പോൾ -5 ഇവിടേക്ക് വരുമ്പോൾ എന്ത്, -4 - -5x + 10 എന്ത് വരുന്നു, -5 എന്ന് വരുന്നു അല്ലേ. ഇവിടെ നോക്കൂ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള എന്താണ്, 4/5 ആണ് അല്ലേ. -4 - -5 അപ്പം മൈനസും വരുമ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഗെറ്റ് എലിമിനേറ്റഡ് വെൻ ഡിവൈഡഡ് അല്ലേ. അതെന്ത് ചെയ്യുന്നു, ക്യാൻസൽ ആയപ്പോൾ. അപ്പോൾ എന്താണ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്, 4/5 ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എന്ത്, നമ്മുടെ വൈ ഓൺ എക്സിലെ ബി വൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ക്ലിയർ ആയില്ലേ. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോബ്ലത്തിൽ ബി വൈ എക്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ചാപ്റ്ററിലെ 9th ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ നിങ്ങൾ, എന്താ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റ് ടു ദ എക്സ്പീരിയൻസ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദെയർ പെർഫോമൻസ് റേറ്റിംഗ് അല്ലേ. എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്, എന്താണ്, ഓപ്പറേറ്റേഴ്സ് എക്സ്പീരിയൻസ് അല്ലേ, അതായത് മെഷീനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്. 16, 12, 18, 4, 3, 10, 5, 12. ദെൻ പെർഫോമൻസ് റേറ്റിംഗ്, അവരുടെ പെർഫോമൻസിൻ്റെ ലെവൽ നമ്മൾ അളന്നത് എത്രയാണ്, 87, 88, 89, 68, 78, 80, 75, 83 അല്ലേ. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, കാൽക്കുലേറ്റ് ഡിഗ്രഷൻ ലൈൻ ഓഫ് പെർഫോമൻസ് റേറ്റിംഗ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് എസ്റ്റിമേറ്റ് പെർഫോമൻസ് ഇഫ് ആൻ ഓപ്പറേറ്റർ ഹാസ് 7 years എക്സ്പീരിയൻസ്. ഓക്കെ, നമ്മളോട് പറഞ്ഞതാണ് റിഗ്രഷൻ ലൈന് ഓഫ് പെർഫോമൻസ് റേറ്റിംഗ് ഓൺ എക്സ്പീരിയൻസിൻ്റെ മുകളിൽ എന്ത് കാണാൻ, പെർഫോമൻസ് റേറ്റിംഗ് കാണാൻ. എക്സ്പീരിയൻസ് ഇവിടെ എന്താണ്, എക്സ് ആണ്, പെർഫോമൻസ് റേറ്റിംഗ് എന്താണ്, വൈ ആണ്. അപ്പോൾ എന്തായിരിക്കും, എക്സ് ഓൺ വൈ ആണ് നമ്മളിവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കുക അതെങ്ങനെ കാണാം എന്നുള്ളത്. ഈ സാധനം നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ലാസ്റ്റ് ആൻസർ ആണ്. ഞാൻ എഡിറ്റ് ചെയ്തപ്പം ഫോട്ടോസ് പരസ്പരം മാറിപ്പോയതാണ്. സോ നമ്മളത് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണാൻ പോകുന്നത്. നമുക്കിവിടെ മനസ്സിലായി എന്താണ്, ഇവിടെ കണ്ടുപിടിക്കണം എന്താണ്, വൈ ഓൺ എക്സ് ആണ് ഇക്വേഷൻ എന്നുള്ള മനസ്സിലായില്ലേ അല്ലേ. എക്സ് നമുക്ക് അവൈലബിൾ ആണ്, 7 ആണ്, അതിൻ്റെ വൈ കാണാനാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആസ് യൂഷ്വൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്താണ്, എക്സ് വൈ, എക്സ് വൈ, എക്സ് സ്ക്വയർ. വൈ സ്ക്വയർ നമുക്കിവിടെ ആവശ്യമില്ല. ഇനി വൈ സ്ക്വയർ നിങ്ങൾ കണ്ടാലും എന്തില്ല, തെറ്റില്ല. ഓക്കെ, അപ്പോൾ എക്സ് നമ്മൾ എഴുതിയിരിക്കുന്നു 16, 12, 18, 4, 3, 10, 5, 12 അല്ലേ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, സിഗ്മ എക്സ് എത്ര കിട്ടുന്നു, 80 കിട്ടുന്നു. ദെൻ വൈ പെർഫോമൻസ് റേറ്റിംഗ് ആണ് 87, 88, 89, 68, 78, 80, 75, 83. സോ സിഗ്മ വൈ നമുക്ക് എത്ര കിട്ടുന്നു, 648 എന്നും കിട്ടുന്നു. ദെൻ എക്സ് വൈ 16 × 87, 12 × 88, 18 × 89, 4 × 68, 3 × 78, 10 × 80, 5 × 75, 12 × 83, 996. സോ സിഗ്മ എക്സ് വൈ ഇസ് ഈക്വൽ ടു 6727 അല്ലേ, 6727 കിട്ടും എക്സ് വൈ. ദെൻ ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, വൈ ഓൺ എക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്താണ് ആവശ്യമായിട്ട് വരിക, എക്സ് സ്ക്വയർ ആണ് നമുക്ക് എന്താ വരിക, ആവശ്യമായിട്ട് വരിക. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എക്സിൻ്റെ സ്ക്വയർ എടുക്കുന്നു, 16ൻ്റെ സ്ക്വയർ 256, 12 144, 18 324, 4ൻ്റെത് 16, 3ൻ്റെത് 9, 10ൻ്റെത് 100, 5ൻ്റെത് 25, 12ൻ്റെത് 144. സോ ടോട്ടൽ സിഗ്മ എക്സ് സ്ക്വയർ എത്ര കിട്ടുന്നു, 1018 കിട്ടുന്നു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻസ് ഫോം ചെയ്താൽ മതി. വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഓർക്കുന്നുണ്ടോ, എന്തായിരുന്നു വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻ, വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു അല്ലേ, എന്താണ്, വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ബി വൈ എക്സ് കാണണം, നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ അല്ല. അപ്പം ബി വൈ എക്സിൻ്റെ ഇക്വേഷൻ എഴുതുന്നു, എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ്
ഹോൾ സ്ക്വയർ അല്ലേ. ഇവിടെ ഇത് മനസ്സിലാക്കാൻ എന്താണ് ഇവിടെ ലാസ്റ്റ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതാണ് അടിയിൽ വരിക. ഓക്കെ, ദെൻ n നമുക്കറിയാം എത്രയാണ് 8 ആണ്. 8 ഇൻറ്റു സിഗ്മ എക്സ് വൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി 67 27 മൈനസ് സിഗ്മ എക്സ് നമുക്ക് കിട്ടി 80 ആണ്. സിഗ്മ വൈ നമുക്ക് കിട്ടി 648 ആണ് അല്ലേ. 8648. ഓക്കെ, സോ ദെൻ 8 ഇൻറ്റു 1018 എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് സ്ക്വയർ ആണ് അല്ലേ. ഇവിടെ നോക്കിയാൽ കാണാം ഇതെന്താണ് എക്സ് സ്ക്വയറിനാണ്. സിഗ്മ എക്സ് സ്ക്വയർ എത്ര ഇടുന്നു 1018 കിട്ടുന്നു. സോ 1018 നമ്മൾ എന്ത് ചെയ്യുന്നു അപ്ലൈ ചെയ്യുന്നു. 8 ഇൻറ്റു 1018 മൈനസ് എന്താണ് സിഗ്മ എക്സ് സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ അല്ലേ. സിഗ്മ എക്സിൻ്റെ 80 ആണ്. 8ൻ്റെ സ്ക്വയർ കാണുക, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 6400 കിട്ടും. സോ ഇവിടെ നോക്കും നിങ്ങൾ 53,816 മൈനസ് 51840 ഡിവൈഡ് ബൈ 8144 മൈനസ് 6400 ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ആൻസറിലേക്ക് എത്തുമ്പോൾ നമുക്ക് എത്ര കിട്ടും 1.13 എന്ന് കിട്ടും അല്ലേ. നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടുന്നു 1.13 എന്ന് കിട്ടുന്നു. ഇതെന്താണ് നമ്മുടെ BY(x) ആണ് അല്ലേ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു y മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു BY(x) ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. സോ y മൈനസ് 81 ഈസ് ഈക്വൽ ടു 1.13 ഇൻറ്റു എക്സ് മൈനസ് 10 അല്ലേ. ഓക്കെ, ദെൻ ഇനി ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. എന്തായാലും നമ്മുടെ ഇക്വേഷൻ എന്നാണ് ചോദിച്ചാൽ ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ് y മൈനസ് 81 ഈസ് ഈക്വൽ ടു 1.13 ഇൻറ്റു എക്സ് മൈനസ് 10. ഓക്കെ, സോ നമ്മളിനി എന്ത് കാണാൻ പോവാണ് ഫോർ എ ഗിവൺ എക്സ് ഓഫ് 7. അപ്പോൾ എക്സ്പീരിയൻസ് എക്സ് നമുക്ക് എത്ര തന്നിട്ടുണ്ട് 7 തന്നെ. അപ്പോൾ ഇവിടെ ഈ എക്സ് 7 ആകുമ്പം ഈ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും അതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഇവിടെ കാണുന്നത്. നോക്കൂ y മൈനസ് 81 ഇസ് ഈക്വൽ ടു 1.13 ഇൻറ്റു 7 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എന്താണ് 1.13 ഇൻറ്റു മൈനസ് 3 പ്ലസ് 81. 81 എവിടെ നിന്ന് വന്നാൽ ഈ മൈനസ് 81 ഇവിടേക്ക് വന്നാൽ പ്ലസ് 81 ആയി. സോ 1 ഇൻറ്റു 1.13 ഡിവൈഡ് ഇൻറ്റു മൈനസ് 3 ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 3.39 എന്ന് കിട്ടും. സോ 39 പ്ലസ് 81 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ 77.61 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി y കിട്ടി അല്ലേ. എക്സ് 7 ആകുമ്പോൾ y എത്ര കിട്ടി നമുക്ക് 77.61 എന്ന് കിട്ടി. സോ നമ്മുടെ ആൻസർ എന്താണ് ഫൈനൽ ആൻസർ എന്താണ് ഫോർ എ ഗിവൺ എക്സ് ഓഫ് 7 y വിൽ ബി 77.61 അല്ലേ. y വിൽ ബി എത്രയാണ് 77.61 എന്നായിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വരുന്നത് നമ്മുടെ ഈ ഒരു ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളും വരുന്നത്. എക്സും വൈയും കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ BXY കാണുന്നതും BYX കാണുന്നതുമായിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? സോ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം അടുത്ത വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ് ഈ ക്ലാസ്. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ പ്രോപ്പർട്ടീസിൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളും നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദെൻ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മറ്റൊരു പുതിയൊരു ഭാഗവുമായിട്ട് വരുന്നതായിരിക്കും. സോ ഇപ്പോൾ ഇതുവരെ നമ്മൾ ഓൾറെഡി പഠിച്ച സെക്കൻഡ് വീഡിയോ മുതൽ ഇവിടെ വരെയുള്ള വീഡിയോസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടിന്യൂഷനാണ്. നമ്മൾ സെയിം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് റിപ്പീറ്റേഷൻ ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുക വർക്കൗട്ട് ചെയ്യണം. നന്നായിട്ട് വീഡിയോസുകൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് ക്വസ്റ്റ്യൻസുകൾ വരുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുക, ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുക ഒക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടി കൂടുകയും ചെയ്യുക. ഓക്കെ, നമ്മൾ വൈകാതെ ബാക്കി വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഈ നോട്ട്സുകൾ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന പക്ഷം ഞാൻ നോട്ട്സുകൾ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ അടുത്ത വീഡിയോയുമായി കാണുന്നവരായിരിക്കും. മീ സൈനിങ് ഓഫ് സാദിഖ് പള്ളിക്കൽ. ബൈ.